ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് ഗാഡ്ജറ്റ്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ കുറച്ച് ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കൊല്ലം അങ്ങനെയൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ ഞാനൊരു ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ബൊട്ടിക്കിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതാണ് ഇവിടെ ഞാൻ ചെടിയൊക്കെ കൊണ്ടുവച്ചത് കേട്ടോ. ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചല്ല, ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചൊരു ചെടിയാണ് കേട്ടോ. അപ്പം കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്, എൻ്റെ അടുത്തുള്ളത് 2 ക്യാമറാസാണ് കേട്ടോ. ഒന്ന് കാനോണിൻ്റെ ക്യാമറയും പിന്നെ ഒന്ന് ഡി ജി ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വാങ്ങിച്ച സമയത്ത് ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡി ജിൻ്റെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങളെൻ്റെ കാനോണിൻ്റെ ക്യാമറ കാണിച്ചു തരാം. അതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ക്യാമറ. അതൊരു വ്ളോഗിങ് ക്യാമറ പോലത്തെ ഒരു ക്യാമറയാണ്. അപ്പം അതിന് ഒരു സെറ്റായിട്ടാണ് വരുന്നത്. അത് ഞാൻ നിങ്ങളെ ഫസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ട്. എനിക്ക് ക്യാമറ കാണിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് ബെഡിൻ്റെ മുകളിലേക്ക് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാനോണിൻ്റെ സെറ്റ്. ഇങ്ങനെ ഒരു ബാഗിലാണ് കേട്ടോ വരുന്നത്. നോർമലായിട്ടുള്ള ക്യാമറ ബാഗില്ലേ, അങ്ങനത്തെ ഒരു ബാഗിലാണ് നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത്. അപ്പോൾ ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര ഈസി. അതായത് നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്ത് പോവുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറ വളരെ സേഫായിട്ട് കൊണ്ടുപോകാനുള്ളൊരു ഓപ്ഷനും കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കോംബോ അല്ല വാങ്ങിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാമറ ബാഗ് എക്സ്ട്രാ വാങ്ങിക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് ക്യാമറ ഇട്ടിട്ട് കൊണ്ടുപോകണമല്ലോ. പിന്നെ ഇങ്ങനത്തെ ക്യാമറകളിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാൻ വേണ്ടി പറ്റില്ല. അതൊരു റഫ് യൂസ് സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ബാഗ് എന്തായാലും വാങ്ങിക്കണം. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മളൊരു ബോണസ് ആയിട്ട് കരുതണം. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പല കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഓരോന്നിലും ഓരോ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സുഖമാണ് ഈ ബാഗ് കൊണ്ടുപോയി കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഈ ബാഗിൽ നമുക്ക് നിറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര സേഫ് ആയിരിക്കും, ഭയങ്കര സെക്യൂർ ആയിട്ട് നമുക്ക് വെച്ച് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്ക്രാച്ച് വീഴുക, അവിടേക്ക് ഇവിടേക്കൊക്കെ തട്ടി തടഞ്ഞു പോകുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നത് ഞാൻ ഫസ്റ്റ് പറയാം. കാരണം എൻ്റെ മൈക്കും കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ക്രിയേറ്റർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റാണ് കാനോണിൻ്റെ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ട്രൈപോഡ് ഉണ്ടാവും. ഇത് വന്നിട്ട് നമുക്കിങ്ങനെ കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കയ്യിൽ വെച്ച് നമ്മൾ വ്ളോഗിങ് ചെയ്യില്ല. അങ്ങനെ ഈ ഒരു സംഭവമാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മൂവബിൾ ആണ്. പിന്നെ നമ്മളെ ക്യാമറ ഇതാ ഇവിടെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസിയാണ്. പിന്നെ ഇതിന് സ്റ്റാൻഡും കൂടി വരുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇപ്പം വ്ളോഗിങ് ഒക്കെ ചെയ്യണം. അതായത് നമുക്ക് എവിടെയെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് വ്ളോഗിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്തിട്ട് വ്ളോഗിങ് ചെയ്യാം. നമ്മൾ കൈ പിടിച്ച് നടക്കണം എന്നില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു റിമോട്ട് പോലത്തെ സാധനം ഉണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ അതായത് റിമൂവ് ചെയ്യാം. ഇങ്ങനെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് റിമോട്ടായി. അപ്പോൾ നമ്മൾക്ക് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മളെ കയ്യിൽ ഈ റിമോട്ട് മാത്രം മതിയിട്ട് നമുക്ക് എവിടെ പോയിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഇതിന് റിമോട്ടും കൂടി വരുന്നതുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമുക്ക് ഒരാളെ ഹെൽപ്പ് വേണ്ട. അല്ലെങ്കിൽ നമ്മളെ ബാക്കിൽ ഒരാളിങ്ങനെ ക്യാമറ പിടിച്ച് നടക്കണം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് എവിടെയും പ്ലേസ് ചെയ്താൽ ഒറ്റയ്ക്ക് തന്നെ നമ്മളെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, എന്നിട്ട് അത് അതേപോലെ തന്നെ തിരിച്ച് അവിടെ തന്നെ വെക്കാനും പറ്റും കേട്ടോ. പിന്നെ വരുന്നത് മൈക്കാണ്. ഇത് നമ്മൾ ക്യാമറയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു മൈക്കാണ്. നമുക്ക് മുകളിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ക്യാമറേൻ്റെ. ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്ലഗ് ചെയ്യുക. ക്യാമറേൻ്റെ സൈഡിലൊരു ഒരു എന്താ പറയുക, ഒരു പ്ലഗ് ചെയ്യാനുള്ള സംഭവമുണ്ട്, ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പ്ലഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മൈക്കായിട്ട് യൂസ് ചെയ്യാം. ഇതിലങ്ങനെ ഓഡിയോസ് ക്യാപ്ചർ ചോദിച്ചാൽ എനിക്കങ്ങനെ ഭയങ്കര ക്ലാരിറ്റിയിൽ ഓഡിയോസ് ക്യാപ്ചർ ചെയ്യുന്ന പോലെ തോന്നിയില്ല. പുറത്തൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊരു സൗണ്ട് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു ബേസിക് നീഡിനൊക്കെ നല്ലതാണ്. പക്ഷെ ഭയങ്കര ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് ആവണം എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പം വർക്കൗട്ട് ആവില്ല. കാരണം ഇത് ക്യാമറേൻ്റെ കൂടി അറ്റാച്ച് ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ ഒരു ഡിസ്റ്റൻസിലായിരിക്കുമല്ലോ. അപ്പം എന്താ പറയുക, നമുക്ക് കിട്ടുന്ന വോയിസ് അത്ര ക്ലിയറോട് കൂടി കിട്ടാൻ ചാൻസസ് കുറവാണ്. എന്നാലും ഓക്കെ ആണ്, കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ വരുന്നതാണല്ലോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഐറ്റം. ഇനി തേർഡ് വന്നിട്ട് ഇങ്ങനെ ഒരു കഴുത്തിലിടുന്ന
ബെൽറ്റാണ്. അയ്യോ ഇതിനെന്താ പറയുക, ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ ഒരു നമുക്ക് ക്യാമറ ഹാങ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു ബെൽറ്റ് ഉണ്ട്. അതാകുമ്പോൾ നമുക്കിങ്ങനെ സേഫായിട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ക്യാമറ നമ്മളെ കഴുത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് നടക്കാം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ. അപ്പം ഭയങ്കര ഈസിയാണ് ഈ ഒരു സംഭവം. പിന്നെ അതിൻ്റെ കൂടെ ആയിട്ട് ഇങ്ങനത്തെ ഒരു പൗച്ച് വരുന്നുണ്ട്. ഈ പൗച്ചിലാണെങ്കിൽ ഇങ്ങനെ ഒരു പമ്പ് ചെയ്യുന്ന സംഭവം വരുന്നുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ഇങ്ങനെ പമ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്കൊന്ന് ഇങ്ങനെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ പമ്പ് ചെയ്തെടുക്കാനുള്ള തോന്നുന്നു. എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു തുടയ്ക്കുന്ന ഒരു ക്ലോത്ത് ഉണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് വരുന്നുണ്ട്. നമ്മുടെ ലെങ്സൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു പെന്ന് പോലത്തെ സാധനം ഉണ്ട്. പക്ഷേ ഈ സാധനം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു പെന്ന് പോലത്തെ സാധനം വരുന്നത് അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഇത് അങ്ങനെ എടുക്കാത്തത്. പിന്നെ ലെങ്സൊക്കെ തുടയ്ക്കാനായിട്ടുള്ളൊരു സൊല്യൂഷൻ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രഷ് വരുന്നുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു ബ്രഷും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പൗച്ചിലുള്ളത്. ഈ പൗച്ചിൽ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഇങ്ങനത്തെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ള കുറച്ച് ബുക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വായിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബുക്സാണ്. പിന്നെ ഇതിൻ്റെ കൂടെ അതായത് ഫ്രീ ആയിട്ട് നമുക്ക് വരുന്നതാണ് ലെങ്സ് ഞാൻ പൈസ കൊടുത്ത് എക്സ്ട്രാ വാങ്ങിച്ചതല്ല. ഒരു ലെങ്സ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഒരു ക്ലോസപ്പ് ലെങ്സ് ആണ് കേട്ടോ ഇത്. വൈറ്റ് ലെങ്സ് അല്ല. വൈറ്റ് ലെങ്സ് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കണം. പിന്നെ അതിൻ്റെ കൂടെ പിന്നെയാണ് നമ്മൾ മെയിൻ ഐറ്റം വരുന്ന ക്യാമറ. ഇത്രയും ചെറിയ ക്യാമറയാണ്. നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത്രയും ചെറിയ ക്യാമറ കണ്ടോ നിങ്ങൾ. അധികം വലുപ്പമില്ലാത്ത ചെറിയ ക്യാമറയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്ളോഗിങ്ങിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വ്ളോഗിങ്ങിനൊക്കെ നല്ല ഒരു ക്യാമറയാണ്. ഇതൊന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഫിറ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെങ്സ് ഫിറ്റ് ചെയ്യാണ്. ഞാൻ ലെങ്സ് ഫിറ്റ് ചെയ്തു. ഇതെവിടെ ഇങ്ങനെ ജസ്റ്റ് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഈ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഈസിയാണ്. ജസ്റ്റ് ഉള്ളിലേക്ക് പുഷ് ചെയ്താൽ ക്യാമറേൻ്റെ കൂടെ നമ്മൾ മൈക്ക് അറ്റാച്ചായി. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്ലോട്ട് ഉണ്ട് മൈക്കിൻ്റെ. ഇതാ കണ്ടോ, മൈക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും ഇവിടെ. അപ്പോൾ അവിടേക്ക് നമുക്ക് ഇതൊന്ന് പ്ലഗ് ചെയ്ത് കൊടുക്കാം. പ്ലഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ക്യാമറ ഇസ് ഓൾ സെറ്റ്. ക്യാമറ സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ചെറിയൊരു സ്ക്രൂ പോലത്തെ സംഭവം ഉണ്ട്. അതിലേക്ക് നമ്മളിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ ടൈറ്റ് ആയിക്കോളും. ജസ്റ്റ് അപ്പോൾ നമുക്കിപ്പോൾ എവിടെയും പോവുകയാണെങ്കിൽ ഇങ്ങനെ വ്ളോഗിങ് ചെയ്യാനൊക്കെ ഭയങ്കര നല്ല. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ പേരുടെ അടുത്ത് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വ്ളോഗിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ തന്നെ ഫേസ്, നമ്മളിങ്ങനെയാണല്ലോ വ്ളോഗിങ് ചെയ്യുക, അപ്പോൾ നമ്മളെ തന്നെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം, ഈ സ്ക്രീനില്ലേ, ഈ സ്ക്രീൻ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുത്താൽ നമുക്ക് നമ്മളെ മുഖം കണ്ട് വ്ളോഗിങ് ചെയ്യാം. ഭയങ്കര ഈസിയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു കിറ്റായിട്ടുണ്ടാകുമ്പോഴത്തേക്കും നമുക്കിത് മൾട്ടിപർപ്പസ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ ലോങ് വീഡിയോസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. അല്ല നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണ്, ട്രാവലിംഗ് വ്ളോഗ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മെമ്മറി കാർഡും കൂടി കിട്ടുന്നുണ്ട്. പക്ഷെ അത് വളരെ ചെറിയ GB ആണുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മെമ്മറി കാർഡ് എനിക്ക് അത്ര യൂസ്ഫുള്ളായി തോന്നിയില്ല. നിങ്ങളൊരു പുതിയ എക്സ്ട്രാ ഒരു മെമ്മറി കാർഡ് മേടിക്കേണ്ടി വരും. കാരണം അത് പെട്ടെന്ന് തന്നെ ഫുള്ളാവും. നമ്മളൊരു 4 വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഫുള്ളാവും. പിന്നെ നമ്മൾ ഈ 4 വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാം. ചാർജറും കൂടി വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയും വരുന്നുണ്ട്. ബാറ്ററി ഞാൻ അതിനുള്ളിൽ ഇട്ടിരിക്കുകയാണ്. ബാറ്ററിയുടെ വയ്ക്കുന്നു, നമ്മൾ ചാർജ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ഫുൾ ചാർജ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിക്കേഷൻ കിട്ടും. ക്യാമറ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവുമായിരിക്കും. ഇൻഡിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം കൂടി നമ്മൾ ആ ഒരു കണ്ടൻറ് ക്രിയേറ്റർ സെറ്റിൽ വരുന്നതാണ്. അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്യാമറ എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒരു ക്യാമറയാണിത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമറ വളരെ സ്പെഷ്യലുമാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട്, ഈ ക്യാമറ വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് വെക്കാം. അതായത് നമ്മളിപ്പം എവിടെയെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് പോവുകയാണ്, നമുക്ക് ഷൂട്ട് ചെയ്ത് തരാൻ ആരുമില്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ ക്യാമറ പ്ലേസ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയാണോ വീഡിയോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ക്യാമറേനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ ക്യാമറേൻ്റെ ബാഗിന് ഫ്രണ്ടിലൊരു പോർഷനൊക്കെ ഉണ്ട്. ഫ്രണ്ടിലെ പോർഷനിലേക്ക് എൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ.
ഫ്രണ്ടിലൊരു പോർഷനും കൂടി ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്, മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിലൊരു പോർഷനും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ ഇങ്ങനത്തെ 2 പോർഷൻസ് ഉണ്ട്, അവിടെയും നമുക്ക് ആവശ്യമുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഓൾ അബൌട്ട് മൈ കാനോൺ ക്യാമറ. കാനോൺ ഇതിൻ്റെ ശരിക്കുള്ളത് പറഞ്ഞാൽ EOS ആണ് കേട്ടോ, കാനോണിൻ്റെ ക്യാമറ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ, ക്യാമറയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, മൈക്ക് അത്ര അങ്ങ് പോരാ, നമുക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക ഡിസ്റ്റർബൻസ് ഒക്കെ മൈക്കിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ക്യാമറേൻ്റെ കൂടിയാണ് മൈക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനൊരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് തന്നെ ഇതിൽ വോയിസ് അത്ര ക്ലിയർ ആയിട്ട് വരില്ല എന്നുള്ളത്. കാരണം ഞാൻ കൂടുതൽ വീഡിയോസിന് വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങ് എന്താ പറയുക അതങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന പോലെ തോന്നിയില്ല. പക്ഷേ ഞാൻ ഇതേപോലെ 2-3 വീഡിയോസ് ഞാൻ സ്വന്തമായിട്ട്, അതായത് വീഡിയോൻ്റെ കൂടെ തന്നെ പറയുന്ന സമയത്താണ് മനസ്സിലായത് ഇതിൻ്റെ വോയിസിന് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കിയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു മൈക്കാണ് കേട്ടോ ഇത്. ഹോളി ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ, ബ്രാൻഡൊക്കെ നല്ലതാണ്. ഇപ്പം കുറേ മൈക്സ് വരുന്നുണ്ടല്ലോ ഹോളി ലാൻഡിൻ്റെ, ചെറിയ മൈക്സൊക്കെ ആയിട്ട്. അപ്പം ബ്രാൻഡ് നോക്കിയപ്പോഴത്തേ നല്ലതാണ്. പക്ഷേ ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ വാങ്ങിച്ച ഒരു മൈക്കാണ് കേട്ടോ ഇത്. ഇത് വരുന്നത് ഇങ്ങനൊരു പൗച്ചിലാണ്. ഇങ്ങനെയാണ് മൈക്ക് വരുന്നത്. 2 മൈക്ക് ഉണ്ടാവും. അപ്പം 2 മൈക്ക് ഉണ്ടാവും. നമുക്കതുകൊണ്ട് നല്ല യൂസ്ഫുള്ളാണ്. ഇങ്ങനെ 2 മൈക്ക് ഉണ്ടാവും. പിന്നെ ഇത് നമ്മളെ ക്യാമറേൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യേണ്ട സാധനമാണ്. ഇതിനെന്താ റിസീവറും ഉണ്ടാവും കേട്ടോ അതിൻ്റെ കൂടെ. 2 മൈക്കും ഒരു റിസീവറും ഉണ്ടാവും. അപ്പം നമ്മളിത് ജസ്റ്റ് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളെ ക്യാമറേൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മളെ ഫോണിലും ഇത് അറ്റാച്ച് ചെയ്യുക കേട്ടോ. ഫോണിലും ഇത് ജസ്റ്റ് പ്ലഗ് ചെയ്ത് അറ്റാച്ച് ചെയ്യുക. ജസ്റ്റ് മൈക്കിനെ കുത്തി വെച്ചാൽ മാത്രം മതി. നല്ല ക്ലാരിറ്റിയാണ് വോയിസിന്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അഫോർഡബിൾ റേറ്റും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഈ റിസീവറിന് വരുന്ന 2 കേബിൾസ് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഐഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ കേബിളും, ഇത് പഴയ ഐഫോണിന് യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ കേബിളാണ്. ഞാനിപ്പം എൻ്റെ ഫോണ് മാറ്റിയപ്പം ഇതെനിക്ക് പറ്റുന്നില്ല. എനിക്ക് മറ്റേ C-ടൈപ്പ് സംഭവമാണ് വേണ്ടേ. അപ്പോൾ ഇത് പഴയ ഐഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു കേബിളുണ്ട്. പിന്നെ നമ്മളെ ക്യാമറയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ 2 സൈഡിൽ ഇങ്ങനത്തെ ഒരു കേബിളും കൂടി ഉണ്ട്. ജസ്റ്റ് ഇവിടെ നമ്മൾ കുത്തുക, എന്നിട്ട് നമ്മളെ ക്യാമറയോട് കൂടി അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഫോണോട് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യം സെറ്റാവും. അപ്പോൾ ഇതാണ് ഈ ഒരു മൈക്കിൻ്റെ സെറ്റിൽ വരുന്നത്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ ഈ മൈക്ക്. ഞാൻ ലിങ്ക് സൈഡിൽ കൊടുക്കാം, നിങ്ങളും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ആരെങ്കിലും മൈക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. അടുത്ത് വരുന്നത് സെൽഫി സ്റ്റിക്കാണ്. ഇതാണ് ആ സെൽഫി സ്റ്റിക്ക്. ഇത് നമ്മൾ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഭയങ്കര ഈസി ടു ക്യാരി ആയിട്ടുള്ള ഒരു സെൽഫി സ്റ്റിക്കാണ്. ഞാൻ വാങ്ങിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കാണിച്ചതാണ് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് നല്ല ഹൈറ്റിൽ നമുക്കിങ്ങനെ പൊന്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും, കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഷൂട്ട് ചെയ്യുക, പുറത്തെവിടെയെങ്കിലും പോയിട്ടൊക്കെ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലിയ ട്രൈപോഡ് സ്റ്റാൻഡൊന്നും നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ആ സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു സെൽഫി സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാം, അതേപോലെ നമ്മൾ ട്രൈപോഡായിട്ടും യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അത് ഭയങ്കര സ്ട്രോങ്, അത്യാവശ്യം നല്ല സ്ട്രോങ്ങാണ്. ഞാൻ മുന്നേ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഭയങ്കര തിന്നാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകും. അതായത് നമ്മളെ ഫോണിൻ്റെ വെയിറ്റ് വയ്ക്കുമ്പോൾ തന്നെ ഏകദേശം അതിങ്ങനെ ഒടിഞ്ഞ് വരാൻ വേണ്ടി തുടങ്ങും കേട്ടോ. പിന്നെ ഫോൺ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത് കാരണം ഇങ്ങനത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ട്രൈപോഡല്ല സെൽഫി സ്റ്റിക്കോ ട്രൈപോഡോ വാങ്ങിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ ബാഗിലിട്ട് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകുകയും ചെയ്യാം. അധികം വെയിറ്റ് ഇല്ല, ക്യാരി ചെയ്യാനും സുഖമാണ്, അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര ഈസിയാണ്, കണ്ടോ. അപ്പോൾ എൻ്റെ ഫോണിൽ, അപ്പോൾ നമ്മളെ ഫോണിൽ വേണമെങ്കിൽ നമുക്ക് വീഡിയോസ് എടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്, അതാണ് ഞാൻ ഇതിൽ കണ്ട ഏറ്റവും നല്ല കാര്യം. ഭയങ്കര സ്റ്റിക്കുകൾ ഭയങ്കര ലൈറ്റായിരിക്കും, പിന്നെ ഒടിഞ്ഞു പോകുന്ന പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഫോൺ വെക്കാൻ തന്നെ പേടിയാവും. അതുകൊണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അത് ഞാൻ മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്, പക്ഷേ അഫോർഡബിൾ ആണ്. ഇതെൻ്റെ കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുന്നേ ആണോ തുടങ്ങിയത്, 2021 തുടങ്ങി. ആ സമയത്ത് വാങ്ങിച്ച ഒരു ജിമ്പലാണിത്. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി ഒരു 6 മാസം കഴിഞ്ഞപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ്. ഇത് നമുക്കിങ്ങനെ ഊരി മാറ്റാം, നമുക്കിന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ മാത്രം യൂസ് ചെയ്യാം. അല്ല നമുക്കൊരു സ്റ്റാൻഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വെച്ചിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം, വെക്കാം. ഇത് ക്യൂബോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിന് എനിക്ക് തോന്നുന്നു അന്ന് വാങ്ങിക്കുന്ന സമയത്ത് 5000 എങ്ങാനും ആയിരുന്നു.
അങ്ങനത്തെ ഒരു ജിമ്പലാണ് കേട്ടോ ഇത്. ഇതെനിക്ക് ഗിഫ്റ്റും കൂടി കിട്ടിയാണ്. എൻ്റെ ബർത്ത്ഡേക്ക് എങ്ങാനും അർജു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജിമ്പലാണ് കേട്ടോ ഇത്. അന്ന് ഇതിൻ്റെ റേറ്റ് 5,000 അങ്ങനെ എന്തോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഫോൺ ഇങ്ങനെ വെക്കുക. അതിൽ ചാർജ് ഇപ്പം ഉണ്ടാവില്ല, ചാർജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഓൺ ആവുള്ളൂ. ഓക്കെ, ഇതിന് ജസ്റ്റ് ഫോൺ ഇങ്ങനെ വെച്ചു ഞാൻ, എന്നിട്ട് ഓൺ ചെയ്തു. ഇവിടെ ചാർജില്ല, ചാർജുണ്ട്. ഓൺ ചെയ്തപ്പോഴത്തേക്കും ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ തിരിച്ച്, അതായത് നമ്മൾ യൂട്യൂബ് ലോങ് വീഡിയോയിലേക്ക് വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഓൺ ബട്ടൺ തന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് തിരിഞ്ഞിട്ട് വരും, കണ്ടോ. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. പിന്നെ ഇതിങ്ങനെ ഷെയ്ക്ക് ആയാലൊന്നും നമ്മളെ വീഡിയോനെ അതൊട്ടും ബാധിക്കില്ല. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ക്യാമറ വെച്ച് ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ ഭയങ്കര സ്റ്റേബിളായിട്ട് കിട്ടും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. കണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. നമ്മളെ കൈ വെച്ചൊന്നും റൊട്ടേറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കും താഴേക്കും ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ, ആദ്യം എന്ന് വെച്ചാൽ എന്നെ തുടങ്ങിയ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തൊരു സാധനമായിരുന്നു അത് ജിമ്പൽ തന്നെയാണ് ഇതിനെ പറയുക. ചില ആൾക്കാർ വേറെ രീതിയിൽ ഇതിനെ പ്രൊനൗൺസ് ചെയ്യും. എനിക്ക് കറക്റ്റുള്ള പ്രൊനൗൺസിയേഷൻ എന്താ അറിയില്ല, ബട്ട് ഞാൻ ജിമ്പൽ എന്നാണ് പറയാറുള്ളത്. ഗിംബൽ എന്നൊക്കെ പറയുന്നത് കേൾക്കാം, അങ്ങനെയാണോ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഓക്കെ, അപ്പം അതാണ് എൻ്റെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഞാൻ ഇങ്ങനെ വ്ളോഗിങ്ങിനും വീഡിയോ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ്. പിന്നെ എൻ്റെ DG ഉണ്ട്. പക്ഷേ DGനെ പറ്റി എനിക്ക് കുറേ അധികം പറയാനുള്ളത് കൊണ്ട്, കാരണം ഞാൻ അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എൻ്റെ DG ഓസ്മോ പോക്കറ്റാണ് കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനായിട്ട് കുറേ ഉള്ളത് കാരണം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. കാരണം ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ DGനെ പറ്റിയിട്ട് അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നതായിരിക്കും. DG എന്തൊക്കെ പറഞ്ഞാലും DG അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ DGനെ പറ്റി ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് കുറച്ചധികം അതിനെപ്പറ്റി പറയാനുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതിനെപ്പറ്റി കംപ്ലീറ്റ്, അതായത് DGനെ പറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഞാൻ ഏകദേശം 8-9 മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ് DG. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് പറയാനായിട്ട് കുറേ ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.